നമസ്കാരം. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള കലാപമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഏജന്റുമാരാണ് ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നു. മുഹമ്മദ് യൂനൂസ് അതിന്റെ പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് BNPയിലെ നേതാവ് അവിടെ വിജയിക്കുന്നു. താരിഖ് റഹ്മാൻ അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. അതിനുശേഷം ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലേക്ക് പോകാം, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയാണ്, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറൊക്കെയാണ് ബംഗ്ലാദേശിലേക്ക് പോയത്. അങ്ങനെ പലതരത്തിൽ ഇന്ത്യയുമായി കൈകോർക്കാം, ഇന്ത്യയുമായി സൗഹൃദത്തിലേക്ക് പോകാം എന്നടക്കമുള്ള പല തീരുമാനങ്ങളും ബംഗ്ലാദേശ് എടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ബംഗ്ലാദേശിന്റെ പട്ടാള മേധാവി ഇന്ത്യയിലെത്തി, അതായത് ദില്ലിയിലെത്തി മേധാവിയുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പരിഹരിക്കാൻ നിർണായക നീക്കങ്ങളുമായി പുതിയ സർക്കാർ, അതായത് ബംഗ്ലാദേശിലെ ചുമതലയേറ്റ BNP സർക്കാർ ഒരു നീക്കം നടത്തുകയാണ്. ബംഗ്ലാദേശ് സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ DGFIയുടെ മേധാവി മേജർ ജനറൽ മുഹമ്മദ് കൈസർ റാഷിദ് ചൗധരി അതീവ രഹസ്യമായി ഡൽഹിയിൽ സന്ദർശിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചികിത്സാ ആവശ്യങ്ങൾക്കായി എന്ന വ്യാജേന നടത്തിയ ഈ സന്ദർശനത്തിൽ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തലവൻ പരാഗ് ജെയിൻ, മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ RS രാമൻ എന്നിവരുമായി അദ്ദേഹം നിർണായകമായ ഒരു ചർച്ചകൾ നടത്തിയിരിക്കുകയാണ്. മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള താത്കാലിക ഭരണകൂടത്തിന് ശേഷം ബംഗ്ലാദേശിൽ അധികാരമാറ്റം താരിഖ് റഹ്മാൻ സർക്കാർ ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ കൂടിക്കാഴ്ച. യൂനൂസ് ഭരണകൂടത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ വഷളായിരുന്നു. കാരണം ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മുജീബുർ റഹ്മാന്റെ ചരിത്രം മായ്ച്ചു കളയാനുള്ള നീക്കങ്ങളും ഇന്ത്യയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ ഖാലിദ സിയയുടെ മരണത്തിന് പിന്നാലെ BNPയുടെ നേതൃത്വം ഏറ്റെടുത്ത താരിഖ് റഹ്മാനുമായി നയതന്ത്ര ചാനലുകൾ തുറന്നിടാൻ ഇന്ത്യ വലിയൊരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ചടങ്ങിലേക്ക് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയെയും അയച്ചതിലൂടെ കൃത്യമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയത്. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ടു പോകാനാകൂ എന്ന് ബംഗ്ലാദേശ് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായാണ് ഈ രഹസ്യ കൂടിക്കാഴ്ച. കഴിഞ്ഞ 18 മാസമായി മരവിച്ചു കിടന്ന രഹസ്യാന്വേഷണ കൈമാറ്റങ്ങൾ പുനരാരംഭിക്കാൻ ചർച്ചകൾ ധാരണയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും മണ്ണ് പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കോ ഭീകരവാദത്തിനോ വിട്ടു നൽകില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഹസീനയെ വിട്ടു നൽകണമെന്ന് യുഎസ് സർക്കാരിന്റെ ആവശ്യം ഇന്ത്യ അവഗണിച്ചുവെങ്കിലും പുതിയ BNP സർക്കാർ നയതന്ത്ര തർക്കങ്ങൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നത്. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനെ വിദേശകാര്യ മന്ത്രിയായി നിലനിർത്തിയത് വിദേശത്തിലെ തുടർച്ച ഉറപ്പാക്കാനാണ്. അയൽ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ബംഗ്ലാദേശുമായി പുതിയൊരു അധ്യായം തുടങ്ങാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ തിരഞ്ഞെടുപ്പിച്ചുകൊണ്ട് മുഹമ്മദ് യൂനൂസ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഹിന്ദുക്കളെ ജമാഅത്ത് ഇസ്ലാം എല്ലാം തന്നെ തിരഞ്ഞെടുപ്പിച്ച് വീട്ടിൽ കയറി ആക്രമിക്കുന്നു, പച്ചക്ക് തീയിട്ട് കൊല്ലുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നതോടുകൂടിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം, നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ വീണത്. ഇപ്പോൾ താരിഖ് റഹ്മാൻ പുതിയതായി ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ താരിഖ് റഹ്മാൻ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധം കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നതിന്റെ ഭാഗമായാണ് DGFI മേധാവിയെയും അതോടൊപ്പം തന്നെ മറ്റേ പട്ടാള മേധാവിമാരെയൊക്കെ ഇന്ത്യയിലേക്ക് അയച്ച് റോയിലെയും അതോടൊപ്പം തന്നെ മിലിറ്ററി ഇന്റലിജൻസിലെയും ഒക്കെ ഉദ്യോഗസ്ഥരുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ചയൊക്കെ നടത്തിച്ചത്.